ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. കോവളം MLA M. വിൻസെന്റ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടി നോട്ടീസ് നൽകും. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാട്ടിയുള്ള അവകാശ ലംഘന നോട്ടീസും പ്രതിപക്ഷം നൽകും. അമൽ തേനമ്പറമ്പിൽ വിശദമായ വിവരങ്ങളുമായോ നമുക്കൊപ്പം ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച് സഭയിൽ ബഹളമുണ്ടാക്കുക തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. എങ്ങനെയായിരിക്കും സഭ? പ്രക്ഷുബ്ധമാകുമോ? ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. റൂൾ 50 പ്രകാരമുള്ള നോട്ടീസ് കോവളം MLA M. വിൻസെന്റ് നൽകും. പക്ഷേ ഈ വിഷയം സഭയിൽ ഇതിനു മുൻപ് സംസാരിച്ച് പോയിട്ടുള്ളതിനാൽ തന്നെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ധനമന്ത്രി നൽകിയേക്കും. അതിനപ്പുറത്തേക്ക് മറ്റ് ചർച്ചകളിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷ PP ദീപിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയം കൂടി സഭയിൽ പരാമർശിക്കപ്പെട്ടേക്കാം. നേരത്തെ ഈ വിഷയം ഒരു വട്ടം ചർച്ച ചെയ്ത് പോയതാണ്. എങ്കിൽ കൂടി പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും കൂടുതൽ കാര്യക്ഷമമാകണം. ഇത്തരം കണ്ടെത്തലുകൾ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാണിച്ച് ഒരു നോട്ടീസും പ്രതിപക്ഷം ഇന്ന് നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകും നോട്ടീസ് നൽകുക. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയാണ്.